വയനാട് വലിയൊരു ദുരന്തം ഉണ്ടായിരിക്കുകയാണ്. ബാക്കിയുള്ള എല്ലാ മലയാളികളും അവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറാണ്, അതിനുവേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. എല്ലാവരും പല പല സാധനങ്ങൾ കളക്ട് ചെയ്യുന്നുണ്ട്, ശേഖരിക്കുന്നുണ്ട്, അതെല്ലാം അവിടേക്ക് അയക്കുന്നുണ്ട്. പക്ഷെ അവിടെ വേണ്ടത് ഒരു 2000 പേർക്ക് വേണ്ട ഹെൽപ്പായിരിക്കും വേണ്ടി വരിക. നമ്മളൊരു 20,000 പേരാണ് ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി തയ്യാറായി എല്ലാ കാര്യങ്ങളും ചെയ്തു കൊടുക്കുന്നത്. 20,000 പറഞ്ഞാൽ വളരെ ചെറിയ കണക്കാണ്. ലക്ഷക്കണക്കിന് ആൾക്കാർ അവിടെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി പല സാധനങ്ങളും വാങ്ങി അയച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പോൾ ഈ ചെറിയ ഒരു സംഖ്യ ആണ് ഹെൽപ്പ് വേണ്ട ആൾക്കാർ. അതിൻ്റെയൊക്കെ ഒരു 100 ഇരട്ടി ആൾക്കാർ ഹെൽപ്പ് ചെയ്യാൻ തയ്യാറാണ്. അപ്പോൾ എന്ത് വന്നാലും അവിടെ എത്തിച്ചേരുന്ന സാധനങ്ങൾ എന്തായാലും ഓവറാവും എന്നുള്ള കാര്യത്തിന് യാതൊരു സംശയമില്ല, അധികമാവും. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് അവിടെ ആവശ്യമുള്ളത് എന്താണോ എന്ന് കറക്റ്റ് മനസ്സിലാക്കി മാത്രം അവിടേക്ക് സാധനങ്ങൾ അയക്കുക. ഈ അടുത്ത് തന്നെ കണ്ടു ഞാൻ, വാട്ടർ ബോട്ടിൽസൊക്കെ അയക്കുന്നത് അവിടെ വളരെയധികം ഡംപ് ചെയ്ത് കിടക്കുകയാണ്. ഓരോ കാര്യങ്ങളും ആവശ്യമില്ലാത്ത സാധനങ്ങൾ അവിടെ എത്തിക്കൊണ്ടിരിക്കുകയാണ്. അവിടെ സൂക്ഷിക്കുക.